ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷേത്രത്തിലേക്ക് വരുണും പ്രിയങ്കയും കൂടി ഒരുമിച്ച് വരുന്നത് കണ്ട് രാധിക ആകെ ടെൻഷനിലായി. തനിച്ച അവൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോ വരുണിനെ എന്തിനാ അവൾ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ആലോചിച്ച് വേഗം വരുണിന്റെ കണ്ണിൽ പെടാതിരിക്കാനായി അപ്പുറത്തുള്ള ആ വള്ളിപ്പടർപ്പുകൾക്കിടയിലേക്ക് രാധിക ഓടി മറയുന്നു. പിന്നീട് അവിടെ നിന്ന് പ്രിയങ്കയെ തന്റെ അരികിലേക്ക് ശ്രദ്ധ ചെലുത്താൻ എന്താണ് പോംവഴി എന്ന് ആലോചിച്ച് രാധിക അങ്ങനെ നിൽക്കുമ്പോ പ്രിയങ്കയും വരുണും കൂടി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന നിമിഷം വരുൺ പ്രിയങ്കയോട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഒക്കെ അടുത്ത് താൻ കാണിക്കുന്ന ഈ അഭിനയമുണ്ടല്ലോ, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കിടയിലുള്ള ദൂരം അത് എത്രത്തോളമാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയുകയും ചെയ്യാം. പിന്നെ എനിക്ക് അധിക നേരം ഇവിടെ നിൽക്കാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് എത്രയും വേഗം ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങി വന്നാൽ കൊള്ളാം. പിന്നെ ഇനിയും തന്റെ ഈ അഭിനയം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു തീരുമാനത്തിലെത്തും. അത് നമ്മളുടെ രണ്ട് കുടുംബക്കാർക്കും എത്ര വേദന ഉണ്ടായാലും അവരുടെ മനസ്സുകൾ എത്ര വേദനിച്ചാലും അതൊന്നും ഞാൻ കാര്യമാക്കില്ല. എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചില ഉറച്ച നിലപാടെടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് വരുൺ പ്രിയങ്കയോട് ക്ഷേത്രത്തിലേക്ക് പോയിക്കോളാൻ അറിയിച്ചു. ക്ഷേത്രത്തിലേക്ക് തൊടാനായി പ്രിയങ്കയും വരുണും കൂടി നടന്നു വരുമ്പോ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ദേവനാരായണൻ പ്രിയങ്കയെ കണ്ടതോടെ ഒത്തിരി സന്തോഷത്തോടെ ചോദിച്ചു, അല്ല മോളെന്താ ഈ വഴിക്ക്? ഇന്ന് എന്താ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു, അച്ഛാ, ഇന്ന് വരുണിന്റെ പിറന്നാളാണ്. അതുകൊണ്ട് വിശേഷാൽ എന്തെങ്കിലും പൂജ അച്ഛൻ വരുണിന് വേണ്ടി ചെയ്യണം. പിന്നെ ഞാൻ ക്ഷേത്രത്തിലേക്ക് തനിച്ചു വന്നോളാന്ന് പറഞ്ഞപ്പോ വരുണിനും ഇവിടേക്ക് വരണമെന്ന് നിർബന്ധം. അതുകൊണ്ടാണ് എന്റെ കൂടെ വരുണും പോകുന്നത് എന്ന് പറഞ്ഞ് ദേവനാരായണൻ അകത്തേക്ക് തൊഴാനായി പ്രിയങ്കയെ വിളിച്ചതും പ്രിയങ്ക അകത്തേക്ക് പോകാനായി തയ്യാറായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് ആ വള്ളിപ്പടർപ്പിൽ നിന്ന് രാധിക കൈപൊക്കി പ്രിയങ്കയെ പതുക്കെ വിളിച്ചത്. പ്രിയങ്ക പെട്ടെന്ന് രാധികയെ കണ്ടതും അരികിലേക്ക് വരാനായി രാധിക പ്രിയങ്കയോട് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയങ്ക ദേവനാരായണനോടും വരുണോടും പറഞ്ഞു, എന്നാ നിങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് പ്രിയങ്ക വേഗം രാധികയുടെ അരികിലേക്ക് പോയി. അപ്പോഴാണ് ദേവനാരായണന്റെ അരികിലേക്ക് എത്തിയ വരുൺ ചോദിച്ചത്, അല്ലച്ചാ, ഇവിടെ ക്ഷേത്രത്തിനടുത്ത് ഒരു സർപ്പക്കാവ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പുറത്ത് മാറി സർപ്പക്കാവുണ്ട്, വളരെ സൂക്ഷിച്ചു വേണം പോകാൻ. അവിടെയൊക്കെ സർപ്പങ്ങൾ ഉള്ളതാണ്, വളരെ ശ്രദ്ധിക്കണം എന്നറിയിച്ചു. നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞ് ദേവനാരായണൻ വരുണിനോട് കൂടെ വരാമെന്ന് അറിയിച്ചതും വരുൺ പറഞ്ഞു, അല്ല വേണ്ടച്ചാ, ഞാൻ തനിച്ച് പോയിക്കോളാം, അച്ഛന്റെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞ് വരുൺ തനിച്ച് സർപ്പക്കാവിലേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോഴാണ് പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് എത്തിയത്. രാധിക ഉടനെ പ്രിയങ്കയെ പിടിച്ചു നിർത്തി ചോദിച്ചു, അല്ല നീ തനിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിച്ചതും, അതേ ചേച്ചി, ഞാൻ തനിച്ചു വരാൻ തന്നെയാ തീരുമാനിച്ചത്. വീട്ടിലുള്ളവരെല്ലാവരും കൂടി എന്റെ തലയെ കെട്ടി ഏൽപ്പിച്ച് വിട്ടതാണ് എന്ന് പ്രിയങ്ക ഒട്ടും താല്പര്യമില്ലാതെ രാധികയോട് അറിയിച്ചു. അപ്പോഴേക്കും രാധിക ചോദിച്ചു, അല്ല ഇനിയിപ്പം എന്താ മോളെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു, ചേച്ചി വേഗം ഈ സദ്യ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതാ എന്ന് ചോദിച്ചതും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമോ മോളെ? അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു, പിന്നല്ലാതെ ചേച്ചി പറഞ്ഞു തന്നാ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. അപ്പോഴേക്കും രാധിക പറഞ്ഞു, എന്നാ മോളൊരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെന്നിട്ട് മോള് ഫോണിൽ വിളിച്ചാൽ മതി. അപ്പോ ഞാൻ പറഞ്ഞു തരാം, ഫോൺ ഓണാക്കി അവിടെ വെച്ചാൽ മതി. എന്നിട്ട് എല്ലാവരെയും മോള് അവിടെ റൂമിൽ നിന്ന് പുറത്താക്കി തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് മോള് വിളിക്ക്. അപ്പോ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് രാധിക അറിയിച്ചു. അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു, എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം. ചേച്ചി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാതെ വേഗം വീട്ടിലെത്തിക്കോണം കേട്ടോ. ഇപ്പൊ തന്നെ ഞാൻ വിളിക്കും. ഫോണിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊന്നും പോയേക്കരുത്. പിന്നെ അമ്പലത്തിന്റെ മുൻഭാഗത്തൂടി പോകണ്ട, ഈ സർപ്പക്കാവിലൂടെ പോയാ മതി ചേച്ചി എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു, ശരി എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് രാധിക വേഗം പ്രിയങ്ക പറഞ്ഞതുപോലെ ആ സർപ്പക്കാവിന്റെ അതുവഴി തന്നെ പോകാമെന്ന് സമ്മതിച്ചു. അപ്പോഴാണ് വരുൺ സർപ്പക്കാവിനടുത്ത് പ്രാർത്ഥിക്കാനായി എത്തിയത്. അവിടെ സർപ്പദൈവങ്ങൾക്ക് അരികിൽ നിന്ന് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ രാധിക അതുവഴി തനിച്ചു വരുന്നത് ഗൗതമും ഗുണ്ടയും കാണാനിടയായി. ഉടനെ ഗൗതം ആ ഗുണ്ടയോട് പറഞ്ഞു, അറേ, ഇത്തവണ അവൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. ഞാൻ 2 തവണ അവളുടെ മുന്നിൽ ചെന്ന് അപമാനിക്കപ്പെട്ടതാണ്. ഇനി ഒരിക്കൽ കൂടി തോൽവി സമ്മതിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനിയും അവളുടെ മുന്നിൽ ചെന്ന് തോൽക്കാതിരിക്കാനാണ് ഞാൻ നിന്നെ പറഞ്ഞയക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഗുണ്ട പറഞ്ഞു, അതിനെന്താ സാറേ, ഇത്തവണ അവൾ എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല, ഉറപ്പ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാധിക ഇതൊന്നും അറിയാതെ പതിയെ അതിലെ നടന്നു വരുമ്പോ രാധികയെ ലക്ഷ്യം വെച്ച് ആ ഗുണ്ട കൃത്യമായി രാധികയുടെ അരികിലേക്ക് എത്തി. രാധിക ഇതൊന്നും അറിയാതെ സർപ്പക്കാവിന്റെ അവിടേക്ക് എത്തുമ്പോഴാണ്
വരുൺ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച കണ്ടത്. വരുണിനെ സർപ്പക്കാവിന് മുമ്പിൽ കണ്ടതോടെ രാധിക വരുൺ തന്നെ കാണാതിരിക്കാനായി വേഗം അവിടെയുള്ള ആ മരത്തിന്റെ പിന്നിലേക്ക് ഒളിച്ചു. അങ്ങനെ ആ മരത്തിന്റെ മറവിലേക്ക് ഒളിച്ചു നിൽക്കുമ്പോൾ രാധികയെ പിടികൂടാനായി വന്ന ആ ഗുണ്ട വേഗം തന്നെ രാധികയുടെ അരികിലേക്ക് എത്തി. രാധികയെ കടന്നു പിടിച്ചതും രാധികയുടെ വാ പൊത്തി പിടിച്ച നിമിഷം രാധികയുടെ കയ്യിലിരുന്ന ആ കവർ നിലത്ത് വീഴുകയും രാധിക നിലവിളിച്ചു. ശബ്ദം വാ പൊത്തി പിടിച്ചത് കൊണ്ട് പതുക്കെ ശബ്ദം പുറത്തേക്ക് വരുന്നത് കേട്ട് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് വരുണിന് മനസ്സിലായി. അവിടെ ഏതോ പെൺകുട്ടിയെ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലായതോടെ വരുൺ വേഗം ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് വന്നെത്തി. അപ്പോഴേക്കും ആ ഗുണ്ട രാധികയെ ഇട്ട് വട്ടം ചുറ്റി പിടിക്കുന്നത് കണ്ട് വരുൺ വേഗം തന്നെ എത്തി ആ ഗുണ്ടയെ ചവിട്ടിയെറിയുന്നു. അതോടെ വീഴാൻ പോയ രാധികയെ വേഗം തന്റെ കൈകൾക്കുള്ളിൽ ഭദ്രമായി വരുൺ ചേർത്ത് പിടിച്ചു. ഏതാപത്തിലും തന്നെ രക്ഷിക്കാനായി വരുൺ എത്തുമെന്നുള്ള ആ ഒരു സത്യം വീണ്ടും അതേപോലെ തന്നെ നിലനിൽക്കുന്ന മനസ്സിലായ സന്തോഷത്തിൽ രാധിക വരുണിന്റെ കയ്യിൽ അങ്ങനെ കിടക്കുമ്പോൾ ആ ഗുണ്ട വീണ്ടും വരുണെ ആക്രമിക്കാനായി പാഞ്ഞെത്തി. അപ്പോഴേക്കും രാധികയ്ക്ക് ഒന്നും സംഭവിക്കാതെ വരുൺ ആ ഗുണ്ടയെ പിടിച്ച് വീണ്ടും മർദ്ദിക്കുന്നു. അതിനിടയിലും രാധികയെ തന്റെ ഇടം കൈകൊണ്ട് അരികിലേക്ക് ചേർത്ത് പിടിച്ചു. രാധികയെ വരുണിനെ അങ്ങനെ വരുൺ തന്റെ അരികിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ മറ്റെല്ലാം മറന്ന് വരുണിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് രാധിക. അതിനിടയിലും ആ ഗുണ്ട വീണ്ടും അവരെ ആക്രമിക്കാനായി പാഞ്ഞെത്തുമ്പോ വരുൺ രാധികയെ കയ്യിലെടുത്ത് രാധികയെ വട്ടം ചുറ്റിച്ചതും രാധികയുടെ കാലുകൊണ്ട് തന്നെ ആ ഗുണ്ടയ്ക്കിട്ട് തൊഴി കിട്ടുന്നു. രാധിക എല്ലാം മറന്ന് വരുണിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അങ്ങനെ മതിമറന്ന് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വീണ്ടും വരുണിനെ ആക്രമിക്കാനായി അയാൾ പാഞ്ഞെത്തി. ആ സമയത്ത് രാധികയെ തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വരുൺ വീണ്ടും ആ ഗുണ്ടയെ മർദ്ദിച്ചു. അവസാനം അവിടെ ഒരു മരത്തിന് ചുവട്ടിലേക്ക് അയാളെ ചേർത്ത് ചവിട്ടി നിർത്തിയിട്ട് വരുൺ ചോദിച്ചു, എന്റെ പെണ്ണിനെ പിടിക്കാറായോടാ നീ എന്ന് ചോദിച്ച് വരുൺ ദേഷ്യത്തോടെ ആ ഗുണ്ടയെ അങ്ങനെ ചവിട്ടി നിർത്തി. അപ്പോഴേക്കും വരുൺ വളരെ സ്നേഹത്തോടെയും അവകാശത്തോടെയും രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത് എന്റെ പെണ്ണാണ്, എന്റെ പെണ്ണിനെ പിടിക്കാനാണോ നീ നോക്കിയത് എന്ന് ചോദിച്ച് വരുൺ ആ ഗുണ്ടയോട് ദേഷ്യപ്പെടുമ്പോൾ രാധിക എല്ലാം മറന്ന് വരുണിന്റെ അരികിലേക്ക് വന്നെത്തി വരുണിനെ തന്നെ നോക്കിയിരുന്നു. അപ്പോഴേക്കും ആ ഗുണ്ടയോട് അവിടുന്ന് ഓടിപ്പോരാനായി ഗൗതം കൈവീശി കാണിച്ചതും ഗുണ്ട വേഗം തന്നെ ഗൗതമിന്റെ അരികിലേക്ക് ഓടിയെത്തി. രാധികയും വരുണും പരസ്പരം എല്ലാം മറന്ന് രണ്ടുപേരും വളരെ സന്തോഷത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഗൗതമും ആ ഗുണ്ടയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പെട്ടെന്ന് രാധികയ്ക്ക് താൻ ആരാണെന്നും വരുൺ ആരാണെന്നുമുള്ള തിരിച്ചറിവുണ്ടായ നിമിഷത്തിൽ രാധിക വേഗം തന്നെ വരുണിന്റെ കയ്യിൽ നിന്ന് കുതിരി മാറി വേഗം ആ കവറും എടുത്ത് ഓടിപ്പോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും വരുൺ രാധികയെ പിടിച്ചു നിർത്തി. എടോ പ്രിയങ്ക നിക്കടോടെ എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ചു നിർത്തിയിട്ട് വരുൺ ചോദിച്ചു, എടോ ആരാടോ അയാള് എന്ന് ചോദിച്ചതും എനിക്കറിയില്ല എന്ന് രാധിക മറുപടി നൽകി. ഉടൻ തന്നെ വരുൺ ചോദിച്ചു, എടോ താൻ അയാൾ ആരാണെന്ന് തനിക്കറിയില്ല, എന്നാൽ ഞാൻ ആരാടോ തന്റെ എന്ന് ചോദിച്ചപ്പോഴേക്കും രാധിക ഒന്നും മിണ്ടാതെ വരുണിനെ നോക്കി. എടോ ഞാൻ അന്ന് താനല്ലേ എന്റെ അരികിൽ മണ്ഡപത്തിലിരുന്നത്, ഞാൻ തന്റെ കഴുത്തിലല്ലേടോ താലി കെട്ടിയത്, തന്നെയല്ലേ ഞാൻ സ്നേഹിച്ചത്, എന്നിട്ട് താൻ എന്തിനാണോ എന്റെ അരികിൽ നിന്ന് ഇങ്ങനെ ഓടി മറയുന്നത്, എന്താടോ തന്റെ പ്രശ്നം, താൻ എവിടെയാ താമസിക്കുന്നത്, താൻ എങ്ങോട്ടാ പോകുന്നത്, ദേവനാരായണ തിരുമേനിയുടെ വീട്ടിലല്ലേ താൻ പിന്നെ എവിടെയാ താമസിക്കുന്നത്, അത് സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം എന്നെല്ലാം വരുൺ രാധികയോട് അറിയിച്ചു. രാധിക ഒന്നും പറയാനാകാതെ ആകെ വിഷമത്തോടെ വരുണിനെ നോക്കുമ്പോൾ വരുണിനോട് രാധിക പറഞ്ഞു, ഞാനൊരു അനാഥയാണ്. അപ്പോഴേക്കും വരുൺ ചോദിച്ചു, അനാഥയോ, ഭർത്താവുള്ളപ്പോ താൻ എങ്ങനെയാടോ അനാഥയാവുക, ഭർത്താവുള്ള പെണ്ണ് എങ്ങനെയാടോ അനാഥയാവുന്നത്, എടോ ഞാൻ തന്റെ ഭർത്താവല്ലേ എന്ന് വരുൺ വീണ്ടും രാധികയോട് ചോദിച്ചു. രാധിക ഒന്നും മിണ്ടാനാകാതെ ആകെ വിഷമത്തോടെ പറഞ്ഞു, എനിക്ക് ആരുമില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞപ്പോ വരുൺ ചോദിച്ചു, എടോ ഞാനല്ലടോ തന്റെ ഭർത്താവ് എന്നായി വരുണിന്റെ ചോദ്യം. വരുണിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ ആകെ തകർന്നു നിൽക്കുന്ന രാധിക അപ്പോഴേക്കും അവിടേക്ക് നടന്നു വരുന്ന പ്രിയങ്കയെ കാണുന്നു. വരുൺ രാധികയോട് പറഞ്ഞു, എടോ തന്നെ പോകാൻ ഞാൻ സമ്മതിക്കില്ല, താനാണ് എന്റെ സ്വപ്നം, താനാണ് എന്റെ ജീവിതവും പ്രതീക്ഷയും എല്ലാം, അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്റെ കൂടെ ജീവിക്കുന്ന ആ പെണ്ണുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഇഷ്ടപ്പെട്ടതും ഞാൻ സ്നേഹിച്ചതും തന്നെ മാത്രമാണ്, ഇനിയും അങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഈ ജീവിതകാലം മുഴുവൻ തന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് രാധികയുടെ മുഖത്ത് ആ കവിളത്ത് വരുൺ അങ്ങനെ ചേർത്ത് പിടിച്ച് തന്റെ ഉള്ളം കൈയിൽ രാധികയുടെ മുഖം അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുൺ നിൽക്കുമ്പോൾ പെട്ടെന്ന് രാധിക ഒന്നും പറയാനാകാതെ വരുണിന്റെ കൈയിലേക്ക് കടന്നു പിടിച്ച് ആ സ്നേഹം തിരിച്ചറിയുമ്പോഴും പലതും തനിക്ക് മനസ്സിൽ കൊണ്ടു നടക്കാൻ മാത്രമേ കഴിയൂ എന്ന ആ ബോധത്തിൽ ആകെ വിഷമത്തോടെ രാധിക വരുണിന്റെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് വേഗം ആ വഴിയിലേക്ക് നോക്കുമ്പോൾ അതിലെ പ്രിയങ്ക കയറി വരുന്ന കാഴ്ച രാധിക കണ്ടു. ഉടനെ തന്നെ വരുണോട് രാധിക പറഞ്ഞു, അതെ നിങ്ങളുടെ ഭാര്യ വരുന്നുണ്ട്,
പ്രിയങ്ക, പ്രിയങ്കയെ എനിക്ക് വേദനിപ്പിക്കാനാവില്ല. അവളെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഒരിക്കലും അവൾ അറിയരുത്. അതുകൊണ്ട് എന്നെ വിട്, എനിക്ക് പോണം. എനിക്ക് അവളെ സങ്കടപ്പെടുത്താനാവില്ല എന്ന് പറയുമ്പോ വരുൺ പറഞ്ഞു, ഇല്ല, ഞാൻ വിടില്ല. എന്റെ ചോദ്യത്തിന് മറുപടി തരാതെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിലിരുന്ന കവർ വരുൺ ബലമായി പിടിച്ചു വാങ്ങിച്ചു. അപ്പോഴേക്കും രാധിക വേഗം തന്നെ വരുണിന്റെ അരികിൽ നിന്ന് അവിടെയുള്ള വലിയൊരു മരത്തിന്റെ ചുവട്ടിലേക്ക് ഓടി മറഞ്ഞു. അപ്പോഴേക്കും വരുൺ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദേ, ഒരു കാര്യം ഞാൻ പറയാ, ഞാൻ ഈ ജന്മത്തിൽ ഒരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനിയും അവളെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ, അവളുടെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞ് വരുൺ തന്റെ മനസ്സിലെ ആഗ്രഹം രാധികയോട് വിളിച്ചു പറയുമ്പോ രാധിക അതെല്ലാം കേട്ട് വേദനയോടെ വരുണിനെ നോക്കി. അപ്പോഴേക്കും പ്രിയങ്ക അവിടേക്ക് എത്തി. പ്രിയങ്ക അരികിലേക്ക് വരുന്നത് കണ്ട് വേഗം രാധിക ആ മരച്ചുവട്ടിലേക്ക് മറയുമ്പോ പ്രിയങ്ക എത്തിയിട്ട് ചോദിച്ചു, അല്ല, വരുൺ ഇവിടെ നിൽക്കുകയാണോ? ആരോടാ സംസാരിച്ചത് എന്ന് ചോദിച്ചതും ആരോടും അല്ല എന്ന് വരുൺ മറുപടി നൽകി. ഉടനെ പ്രിയങ്ക ചോദിച്ചു, ഓ അത് ശരി, ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയായിരുന്നല്ലേ? എന്നിട്ട് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചതും പറഞ്ഞു, എന്റെ ആഗ്രഹങ്ങൾ അത് ദൈവങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് വരുൺ അങ്ങനെ നിൽക്കുമ്പോ പ്രിയങ്ക പറഞ്ഞു, അതെ, ഇന്ന് അച്ഛന് ഒത്തിരി സന്തോഷമായി, നമ്മൾ ഒരുമിച്ച് വന്നതുകൊണ്ടേ, വാ നമുക്കിനി പോയേക്കാം. അച്ഛൻ പൂജയെല്ലാം കഴിഞ്ഞ് പ്രസാദം തരാനായി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രിയങ്ക വരുണിനെ വിളിച്ചപ്പോ വരുൺ പറഞ്ഞു, ഓ, എനിക്കത്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല നമ്മൾ ഒരുമിച്ച് നടക്കുന്നതിൽ എന്ന് പറഞ്ഞ് വരുൺ കയ്യിലെ ആ കവറും പിടിച്ച് പ്രിയങ്കയുടെ പിന്നാലെ അവിടെ നിന്ന് പോകുമ്പോ രാധിക അത് കണ്ടുകൊണ്ട് സങ്കടത്തോടെ ഇരുന്നു. അതിനുശേഷം ആ മരച്ചൂട്ടിലിരുന്ന് വരുൺ തന്നെ രക്ഷിക്കാനായി എത്തിയ മുഹൂർത്തവും പിന്നീട് വരുൺ തന്നെ ചേർത്ത് പിടിച്ചതും ഈ ജന്മത്ത് തന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ, മറ്റൊരാളെയും ഞാൻ സ്നേഹിക്കില്ല എന്നും താനല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഇല്ല എന്നുമൊക്കെ വരുൺ പറഞ്ഞതെല്ലാം ഓർത്ത് രാധിക പൊട്ടിക്കരയുന്നു. തന്റെ കയ്യിലിരിക്കുന്ന ആ കൃഷ്ണ വിഗ്രഹത്തോട് രാധിക സങ്കടം പറഞ്ഞു, എന്തിനാ കണ്ണ വീണ്ടും വീണ്ടും എന്നെ നീ വരുണിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്? എന്നെ അല്ലല്ലോ തടയേണ്ടത്, വരുണിനെ അല്ലേ തടയേണ്ടത്? വരുണിന്റെ മനസ്സിലെ എന്നോടുള്ള ആ സ്നേഹമല്ലേ ഇല്ലാതാക്കേണ്ടത്? എന്നിട്ടും എന്താ കണ്ണ നീ അത് ചെയ്യാത്തത് എന്ന് ചോദിച്ച് രാധിക കണ്ണനോട് തന്റെ പരിഭവം പറയുന്നു. അങ്ങനെ ആ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് രാധിക അങ്ങനെ ഇരിക്കുമ്പോൾ കളിമംഗലത്തേക്ക് പ്രിയങ്കയും വരുണും മടങ്ങിയെത്തി. കാറിൽ നിന്നിറങ്ങി അവർ അകത്തേക്ക് കയറി വരുമ്പോ വരുണിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് അവിടെ എല്ലാവരും ചേർന്ന് വരുണിന്റെ പിറന്നാൾ ആഘോഷിക്കുവാനായി വീട് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച കണ്ട് രണ്ടുപേരും ഞെട്ടലോടെ നോക്കുന്നു.